നമസ്കാരം. കഴിഞ്ഞ വർഷം ഫ്ലിപ്കാർട്ട് ലോവസ്റ്റ് പ്രൈസ് ലോക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊണ്ടുവരുന്നു. ചെറിയ രീതിയിലുള്ള ഒരു സ്കാമായിട്ട് മാറിയ ഒരു പരിപാടിയായിരുന്നു അത്. അതെന്താണെന്നും അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. 2024 അതായത് ഇനി വരാൻ പോകുന്ന സെയിലും ഇതേ കാര്യം തന്നെ ഫ്ലിപ്കാർട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ മോട്ടോറോയുടെ ചില ഫോണുകളുടെ പ്രൈസ് റിവീൽ ആയിരുന്നു. അതിൽ മോട്ടോ എഡ്ജ് 50 Pro എന്ന് പറയുന്ന ഫോണിനും ഈ ലോവസ്റ്റ് പ്രൈസ് ലോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ ഈ VBD സെയിൽ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിരിക്കുന്ന ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കുക. അതായത് ഈ ലോവസ്റ്റ് പ്രൈസ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടോക്കൺ എമൗണ്ട് ഫ്ലിപ്കാർട്ടിന് കൊടുക്കുന്നു. ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് അവർ ലോക്ക് ചെയ്ത് വെക്കുന്നു 48 അവേഴ്സിന് വേണ്ടി. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം iPhone 15 50,000 രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിൽ തുടങ്ങി കുറച്ച് മിനിറ്റുകളൊക്കെ ഈ 50,000 രൂപയ്ക്ക് ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് കഴിയുന്നതുകൊണ്ട് 51,000 ആയി, 52,000, 55,000, 60,000 അങ്ങനെ പ്രൈസ് ഇങ്ങനെ കൂടി പോകും. ഒരു 5 ദിവസമാണ് സെയിൽ ടൈം എന്നുണ്ടെങ്കിൽ ഒരു 6 അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 6 അവേഴ്സിനുള്ളിൽ തന്നെ അതിന്റെ യഥാർത്ഥ പ്രൈസ് എത്രയാണോ അവിടേക്ക് എത്തുകയും ചെയ്യും. അപ്പം നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മൾ ഫോൺ വാങ്ങാൻ നിന്നാൽ പലർക്കും വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫ്ലിപ്കാർട്ട് ഇപ്പൊ ഈ ലോവസ്റ്റ് പ്രൈസ് ലോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് 50,000 രൂപയ്ക്ക് iPhone 15 വാങ്ങണം. iPhone 15 പ്രൈസ് എത്രയാണെന്ന് റിവീൽ ആയിട്ടില്ല. അപ്പൊ 50 വരുന്നതെങ്കിൽ 50,000 രൂപയ്ക്ക് വാങ്ങണം. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ആ കറക്റ്റ് ടൈമിൽ 12 മണിയാകുമ്പോൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇരുന്നത് വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതേപോലെ കാർഡ് നമ്പറും കാര്യങ്ങളും എല്ലാം അടിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് അത് വാങ്ങാനായിട്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോൺ 50,000 രൂപയ്ക്കാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് അതിന്റെ 50,000 അല്ലെങ്കിൽ 48,000 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസിൽ നിങ്ങൾ ഈ ഒരു ടോക്കൺ എമൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് നിങ്ങൾക്ക് വേണ്ടി ആ ഒരു ഫോൺ ലോക്ക് ചെയ്യും. മനസ്സിലായി? ഇതൊരു 48 അവേഴ്സിലേക്കായിരിക്കും ലോക്ക് ആകുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഫ്ലിപ്കാർട്ട് കഴിഞ്ഞ വർഷവും പറഞ്ഞത്. 48 അവേഴ്സിലേക്ക് നിങ്ങളൊരു ടോക്കൺ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ഫോൺ ലോക്ക് ആവുമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഒരുപാട് പേർക്ക് ആ ഒരു 48 അവേഴ്സിലേക്ക് ഒന്നും ഇത് ലോക്ക് ആയില്ല. മണിക്കൂറുകൾ പോലും ആ ഫോൺ ലോക്ക് ആകാതെ വാങ്ങാൻ പറ്റാത്ത പോയവര് ട്വിറ്ററിലൂടെ ഒക്കെ ശരിക്ക് ഫ്ലിപ്കാർട്ടിനെതിരായിട്ട് പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ പൈസ തിരിച്ചു കിട്ടത്തില്ല. ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടോക്കൺ എമൗണ്ട് 2,000 രൂപ അല്ലെങ്കിൽ 1,000 രൂപയോ കൊടുക്കുന്നത് തിരിച്ചു കിട്ടത്തില്ല. നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. അത് തിരിച്ചു കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ, അതായത് നമ്മൾ വാങ്ങിയതിനു ശേഷം ആ ഫോൺ റിട്ടേൺ ആവുകയോ ക്യാൻസൽ ആവുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ കൊടുത്ത ടോക്കൺ എമൗണ്ട് തിരിച്ചു കിട്ടും. ഇനി ഈ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള മറ്റൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 50,000 രൂപയുടെ ഫോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2,000 കൂടെ 48,000 കൂടി ഇട്ടായിരിക്കും ആ പ്രൈസ് സെറ്റ് ആകുന്നത്. അതിനുശേഷം അപ്പോൾ 50,000 രൂപയ്ക്ക് നമ്മൾ ആ ഫോൺ വാങ്ങുന്നു. അതിനുശേഷം നമ്മൾ അത് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മൊത്തം എമൗണ്ട് 50,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടതിന് ശേഷം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് 50,000 ആയിട്ട് തിരിച്ചു കിട്ടും. പക്ഷെങ്കിൽ ഫ്ലിപ്കാർട്ടാണ് ആ ക്യാൻസലേഷനും കാര്യങ്ങളും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. നമ്മൾ എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മൾ ഇവരെ കാല് പിടിച്ച് കുറേ നടക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ലോവസ്റ്റ് പ്രൈസിൽ ഏതെങ്കിലും ഫോണുകൾ ലോക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങണം എന്ന് 100% ഉറപ്പുള്ള ഫോണുകൾ മാത്രമേ ലോക്ക് ചെയ്യാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ടോക്കൺ എമൗണ്ട് നിങ്ങൾക്ക് റിട്ടേണബിൾ ആയിരിക്കത്തില്ല. ഇനി അത് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് വാങ്ങി അതിന്റെ പൈസ കൊടുത്ത് പിന്നെ ക്യാൻസൽ ചെയ്ത് പിന്നെ കുറെ നൂലാപാലകളാണ്. നമുക്കറിയാം ആമസോണിലാണെന്നുണ്ടെങ്കിൽ ഈ റിട്ടേൺ ചെയ്യുന്ന പരിപാടിയൊക്കെ കുറച്ചുകൂടി ഈസിയാണ്. ഫ്ലിപ്കാർട്ടിൽ അങ്ങനെയല്ല. ഇവരെ വിളിച്ച് നമ്മൾ വല്ലാത്ത മാനസികാവസ്ഥയിൽ നമ്മൾ ഇവർ കൊണ്ടെത്തിക്കും. അപ്പോൾ ഒത്തിരി വിലയൊക്കെയുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഉറപ്പില്ലാത്ത ഒരു സാധനം കയറി ലോക്ക് ചെയ്യരുത്. ഇനി ലോക്ക് ചെയ്തിട്ട് ആ ലോക്ക് എമൗണ്ട് എടുക്കാനായിട്ട് അത് ഓർഡർ ചെയ്ത് പിന്നെ ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പണി പാളാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്റെ അഭിപ്രായത്തിൽ ആൻഡ്രോയിഡ് ഫോണുകളൊന്നും ലോക്ക് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആൻഡ്രോയിഡ് ഫോൺ ഏത് സമയത്തും നമ്മളുടെ ഇതിപ്പോ ഇന്ന ഫോൺ വാങ്ങാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കും. പക്ഷെങ്കിൽ ആ സെയിൽ ടൈമിൽ നമ്മൾ വിചാരിക്കും വേണ്ട, ഈ ഫോണിനേക്കാളും നല്ലത് വേറെ ഫോൺ ഉണ്ട്, അതിലോട്ട് പോകാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പണി പാളി. നമ്മളിവിടെ ഒരു ഫോണിന് വേണ്ടി ലോക്ക് ചെയ്ത എമൗണ്ട് നമുക്ക് നഷ്ടമാകും. പക്ഷെങ്കിൽ ഐഫോൺ എടുക്കുന്നവർക്ക് ഈ ഒരു ഫീച്ചർ യൂസ്ഫുൾ ആകാൻ സാധ്യതയുണ്ട്. iPhone 13, 14, 15 ഏതാണെന്ന് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു ഫീച്ചർ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ അത് ലോക്ക് ചെയ്തിട്ട് കറക്റ്റ് ടൈമിൽ ഈ 48 അവേഴ്സ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 48 അവേഴ്സിനുള്ളിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെയിൽ ടൈമിൽ നിങ്ങൾ ആരൊക്കെ ഐഫോൺ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. കുറച്ച് നല്ല ഫോണുകളുടെ ആൻഡ്രോയിഡിന്റെ ഐഫോണിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണ്ട ഫോണുകൾ അവിടെ നിന്ന് എടുക്കുക. അതിനോടൊപ്പം തന്നെ കാർഡ് ഓഫറുകൾ ഇട്ടുകൊണ്ടാണ് ഈ ഒരു സെയിലിൽ ഏറ്റവും നല്ല ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുക. അപ്പോൾ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ക്രെഡിറ്റ് കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാർഡുകൾ അപ്ലൈ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു 8 ദിവസം കൂടെ 9 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കിട്ടും. അപ്പോൾ മാക്സിമം എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഫോളോ ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡൊക്കെ അപ്ലൈ ചെയ്ത് റെഡി ആയിരിക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.